നമസ്കാരം സുഹൃത്തുക്കളെ, വിൻഡോസിൻ്റെ വിൻബിഇ ക്രിയേഷൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വിൻഡോസിൻ്റെ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സിസ്പ്രപ്പ് വഴിയിട്ട് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് വളരെ ഈസിയാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ വിൻഡോസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ആവശ്യമുള്ളത്, പിന്നീട് ആ ആപ്ലിക്കേഷൻ ഏത് പി സിയിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഡ്രൈവേഴ്സ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഒരു പ്രോപ്പർ ഇൻസ്റ്റലേഷൻ ആയിരിക്കണം എല്ലാ സോഫ്റ്റ്വെയറും ചെയ്യേണ്ടത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ആവശ്യമുണ്ട് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സിസ്പ്രപ്പ് റൺ ചെയ്യാവൂ. സിസ്പ്രപ്പ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ വിൻഡോസിൻ്റെ ആക്ടിവേഷൻ കീ ഉണ്ടായിരിക്കില്ല. ഒരു ഫ്രഷ് വിൻഡോയിൽ വിത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈബ്രറിയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാം. ഒരു USB-യിൽ ഒരു 20 GB ഉള്ള ഒരു 16 GB ഉള്ള ഒരു USB-യിൽ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു USB-യിലാക്കിയിട്ട് കൊണ്ടു നടക്കാവുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യനാണെങ്കിൽ, ഒരു സർവീസ് എഞ്ചിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മറ്റ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനാകുമ്പോൾ വെച്ചാൽ 15 മിനിറ്റ് ആകുമ്പോൾ വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് ഞാൻ ഇപ്പോൾ വിൻഡോസ് ബൂട്ട് ചെയ്ത് കയറുകയാണ്. ഞാനിത് വിൻഡോസ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരുന്നു. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അതിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ എങ്ങനെയാണ് സിസ്പ്രപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സിസ്പ്രപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നോർമൽ പ്രൊസീജിയറാണ്. അത് എല്ലാ പി സിയിലും, വിൻഡോസ് 7 ആണെങ്കിലും വിൻഡോസ് 7, വിൻഡോസ് 10, വിൻഡോസ് 90 എല്ലാത്തിലും ഒരേ പ്രൊസീജിയറാണ്. അതിൽ സിസ്പ്രപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വിൻഡോസ് നമ്മുടെ സി പാർട്ടീഷനുള്ള വിൻഡോസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ വിൻഡോസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ system32 എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ടാകും, ഒരു ഫോൾഡർ ഉണ്ടാകും. ആ ഫോൾഡറിനകത്ത് സിസ്പ്രപ്പ് എന്ന് പറഞ്ഞ ഒരു സബ് ഫോൾഡർ ഉണ്ടാകും. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്പ്രപ്പ് എന്ന് പറഞ്ഞ ഒരു ഫയൽ കാണും. ആ ഫയലാണ് നിങ്ങൾ റൺ ചെയ്യുമ്പോഴാണ് സിസ്പ്രപ്പ് റണ്ണാകുന്നത്. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് മുൻപ് അതിനകത്തിൽ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഇത് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണത്. സിസ്റ്റം ബൂട്ടായി വരുന്നതേ ഉള്ളൂ, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് VMware എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ്. ഇത് വെർച്വൽ മെഷീനിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാർഡ് ഡിസ്ക് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതിൽ 60 GB ഉള്ള ഹാർഡ് ഡിസ്കിനകത്തിൽ 55 GB പാർട്ടീഷൻ ചെയ്തെടുത്ത് അതിനകത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ സാധാരണ ഒരു പി സിയിൽ മിനിമം നമ്മളൊരു 150 അല്ലെങ്കിൽ 200 GB സ്പേസ് ഇട്ടായിരിക്കും, 250 GB സ്പേസ് ഇട്ടായിരിക്കും സി പാർട്ടീഷൻ ചെയ്യുന്നത്. ആ സി പാർട്ടീഷനിലേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു സിസ്പ്രപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത്, ഞാൻ ഇതിനകത്തിൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഞാനത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ഓരോ ഭാഗങ്ങളും വിവരിച്ച് തരുന്നതാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ ഡിസ്ക് പാർട്ടിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടാകും. ഡിസ്ക് പാർട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസ്ക് പാർട്ടിലൊന്നും ചെയ്യാനില്ല. പക്ഷേ ഡിസ്ക് പാർട്ടിലേക്ക് ഡ്രൈവിലേക്ക് പോകുന്നതിന് വേണ്ടി ഡിസ്ക് പാർട്ടിലേക്ക് പോയി എക്സിലേക്ക് കയറി നിങ്ങൾ അത് ചെയ്താൽ മാത്രം മതി.
അതിനെ വിൻപി ബൂട്ട് ചെയ്ത് കയറണം. അത് വരും ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇനി കൂടുതൽ എക്സൽ, വേഡ്, എക്സൽ, പവർ പോയിൻറ്റ്, MS ഓഫീസിൻ്റെ വീഡിയോകളും മറ്റ് ആപ്ലിക്കേഷൻസും വിൻഡോസിൻ്റെ ടിപ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ വിൻഡോസ് സി പാർട്ടീഷനിൽ കയറി അതിൽ വിൻഡോസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യും. അതിനുശേഷം അതിനകത്തിൽ സിസ്റ്റം 32 പോകും. ഓക്കെ, ഇപ്പോൾ വിൻഡോസിൽ പോയി സിസ്റ്റം 32 ഓപ്പൺ ചെയ്തു. അതിൽ sysprep, യെസ്, ഇതിൽ ആ sysprep എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതാണ് സിസ്റ്റം പ്രിപ്പറേഷൻ ടൂളാണത്. ഇതിൽ ജനറേറ്റ് ചെയ്യുക. ഇതിൽ ആ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ, ഏറ്റവും താഴെ കാണുന്ന വിൻഡോയിൽ റീബൂട്ട് ഉണ്ട്, ഷട്ട് ഡൗൺ ഉണ്ട്. അതിനകത്തിൽ ഞാൻ റീബൂട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് റീബൂട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ലോഗിൻ ചെയ്ത് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ബൂട്ടബിളായിട്ടുള്ള വിൻപി സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ബൂട്ട് ഫ്രം വിൻപി, അതായത് USB-യിലോ CD-യിലോ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളത് സിസ്റ്റം ഷട്ട് ഡൗൺ കൊടുക്കുക. ഷട്ട് ഡൗൺ കൊടുത്ത് USB കണക്ട് ചെയ്തതിന് ശേഷം ബയോസിൽ പോയിട്ട് നിങ്ങൾ ഏത് PC-യിലാണ് പോകുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ബൂട്ട് ഫ്രം എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നതിന് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. F10, F11 അങ്ങനെ പല ബയോസിലും പല രീതിയിലാണ് കൊടുക്കുന്നത്. സിസ്റ്റം ബൂട്ട് വരുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ഫ്രം എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അതിനകത്ത് ഏതിൽ നിന്ന് നിങ്ങൾ ബൂട്ട് ചെയ്യണം അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ F2 ഡെല്ലോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബയോസിൽ പോയിട്ട് എവിടെ നിന്ന് ബൂട്ട് ചെയ്യാന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ USB-യിൽ നിന്ന് ബൂട്ട് ചെയ്യാനുള്ളത് കൊടുക്കുക. കൊടുത്തിട്ട് USB-യിൽ നിന്ന് ബൂട്ട് ചെയ്ത് വിൻപിയിലേക്ക് റൺ ചെയ്ത് നിൽക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിസ്പ്രിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇമേജ് വിൻഡോസ് സിയിൽ കിടക്കും. രണ്ടാമത് നിങ്ങളിത് ബൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്ന അതേ സോഫ്റ്റ്വെയർ എല്ലാം ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി റൺ ചെയ്യുമെന്ന് വെച്ചാൽ അത് റീറൈറ്റ് ആവും. റീറൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മുന്നിൽ സിസ്റ്റം ഇൻസ്റ്റാളായി വന്ന് ഇങ്ങനെ നിൽക്കും. അത് വരാതിരിക്കാനാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. ഇത് ബൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു സിസ്പ്രിപ്പ് റൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻസ് ഡ്രാഗ് ചെയ്ത് റീബൂട്ട് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ, ബെറ്റർ ഗോ ടു ഷട്ട് ഡൗൺ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം സിസ്പ്രിപ്പ് ചെയ്തതിന് ശേഷം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകും. എന്നിട്ട് നിങ്ങൾ USB കണക്ട് ചെയ്തതിന് ശേഷം സിസ്റ്റം ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ബയോസിൽ കയറുക. ബയോസിൽ നിന്ന് ബൂട്ട് ഫ്രം എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. ബൂട്ട് ഫ്രം USB കൊടുക്കുക. ആ USB വഴി നിങ്ങൾ ബൂട്ട് ചെയ്ത് കയറിയാൽ ഡിസ്പാർട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ ഡിസ്പാർട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ കറക്റ്റായിട്ട് ഈ സിസ്പ്രിപ്പ് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് എടുക്കാൻ. ഇതിപ്പോൾ സിസ്റ്റം അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രിപ്പറേഷൻ. അത് ജനറേറ്റ് ചെയ്തിട്ട് എൻ്റെ പ്ലഗിൻസ് എല്ലാം ക്ലിയർ ആയതിനു ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ആവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വരും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.